ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭ പെന്തക്കോസ്ത് ഞായറായി ആചരിക്കുന്ന ദിനമാണ്. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമ വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. യേശു ക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അഥവാ ഫെയർവെൽ സ്പീച്ചിൻ്റെ അവസാന ഭാഗങ്ങളിൽ കുറിച്ചിരിക്കുന്ന വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു തിരികെ പോയതിന് ശേഷം, അല്ലെങ്കിൽ തൻ്റെ ക്രൂശാരോഹണത്തിനും മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് അല്ലെങ്കിൽ ലോകത്തിന് നൽകുന്നതിനെ കുറിച്ചാണ് ഈ ഭാഗം കോറിയിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം കാത്തിരുന്ന ശിഷ്യന്മാരുടെ സംഘത്തിന് യോവേൽ പ്രവാചകൻ അരുളി ചെയ്ത പ്രകാരം ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായ ദിനമാണ് പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത്. പെന്തക്കോസ്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 50 എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ പെന്തക്കോസ്ത് ദിനം എന്ന് പറയുന്നത് കൊണ്ട് 50-ാമത് ദിനം എന്നുള്ളത് മാത്രമാണ് അർത്ഥമാക്കുന്നത്. പെസഹ ദിനത്തിന് ശേഷം 50 ദിവസത്തിന് ശേഷമുള്ള നാൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രാധാന്യം അർഹിക്കുന്ന ദിവസം ആയിരുന്നു. ഈ 50-ാമത് നാൾ കായ്കനികൾ ശേഖരിച്ച് യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കുന്ന പതിവ് യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. അതിനാൽ അങ്ങനെ ചെയ്യുന്നതിനാൽ തന്നെ ഈ കായ്കനികൾ ശേഖരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന പതിവുള്ളതുകൊണ്ട് ഇതിനെ കായ്കനി പെരുന്നാൾ എന്ന് ഈ പെന്തക്കോസ്ത് ദിനത്തെ വിളിച്ചിരുന്നു. പെന്തക്കോസ്ത് ദിനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് ലഭിച്ചതിനെ കുറിച്ച് 2 പാരമ്പര്യങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ 10 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ ഊതിക്കൊടുക്കുന്ന അനുഭവം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ചില സഭകൾ തങ്ങളുടെ പട്ടംകൊട ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനെ ഊതി കൈക്കൊള്ളുവിൻ എന്നുള്ളതിനെ കുറിക്കുന്നതിനായി ഏവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത്, സുവിശേഷം വായിക്കുന്ന സമയത്ത് മേൽപ്പട്ടക്കാരൻ പട്ടത്ത സ്ഥാനികൾക്ക് പരിശുദ്ധാത്മാവിനെ ഊതി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ 2 പാരമ്പര്യങ്ങളാണ് പ്രധാനമായും വേദപുസ്തകത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഒന്ന് ഒരു ജോഹന്നൈൻ ട്രഡീഷൻ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. 2 ഒരു ലൂക്കൻ ട്രഡീഷൻ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് ആണല്ലോ, വിശുദ്ധ ലൂക്കോസ് ആണല്ലോ അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയത്. അതുകൊണ്ട് ലൂക്കോസിന്റെ പാരമ്പര്യം അനുസരിച്ച് നാം നോക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്, പെന്തക്കോസ്ത് ദിനത്തിലാണ് സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. എന്നാൽ ഒരു ജോഹന്നൈൻ ട്രഡീഷൻ അനുസരിച്ച് നാം നോക്കുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ 10 അപ്പോസ്തലന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, സങ്കീർത്തനങ്ങൾ 104-ന്റെ 30-ാം വാക്യം ഇപ്രകാരം പറയുന്നത്: നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മുഖ്യ ചിന്താവിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സർവവും പുതുക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് എന്നുള്ളതാണ് ചിന്താവിഷയമായി തിരഞ്ഞെടുത്തത്. സർവവും പുതുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ദ ഹോളി സ്പിരിറ്റ് ഹു റിന്യൂസ് എവറിത്തിങ് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാന ചിന്താവിഷയം. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് 3 ചെറിയ ചിന്തകൾ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ആത്മാവില്ലാത്ത അവസ്ഥ നിർജീവമാണ്. The absence of spirit is dead. ഇന്നത്തെ പഴയ നിയമ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗമായ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ബാബിലോൺ പ്രവാസത്തിലുള്ള യഹൂദന്മാർക്ക് ദൈവം നൽകുവാൻ പോകുന്ന പുനഃസ്ഥാപനത്തെക്കുറിച്ച് പ്രവാചകന് ലഭിച്ച ദർശനമാണ്. ആ ദർശനത്തിൽ താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികളിലൂടെ പ്രവാചകനെ നടത്തുന്ന ദൈവം ചില ചോദ്യങ്ങൾ പ്രവാചകനോട് ചോദിക്കുക. ഒന്നാമതായി ചോദിക്കുന്നത് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നാണ്. ഉടനെ പ്രവാചകന്റെ ഉത്തരം, അത് നീ അറിയുന്നു കർത്താവേ എന്നുള്ളതാണ് പ്രവാചകന്റെ ഉത്തരം. ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കാനാണ് യഹോവ പറയുന്നത്. അതിൻ പ്രകാരം പ്രവചിക്കുമ്പോൾ ഒരു മുഴക്കവും തുടർന്ന് ഭൂകമ്പവും ഉണ്ടാകുന്നതായി നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ചിന്നിച്ചെതിരിക്കിടന്ന അസ്ഥികൾ ഒന്നോടൊന്ന് ഒന്നിച്ചതിന് ശേഷം അവയുടെ മേൽ ഞരമ്പും തുടർന്ന് മാംസവും വരുന്നു, ത്വക്കുകൊണ്ട് പൊതിയുന്നു. അതിനുശേഷം അതിന് ശ്വാസം ഇല്ലായിരുന്നു. എന്നാൽ ശ്വാസം ഇല്ലാത്ത ശരീരം നിർജീവമാണെന്ന് ഇവിടെ ദൈവം പറഞ്ഞു വെക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. കാഴ്ചയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ശരീരങ്ങൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ അവയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ട്. സജീവ ശരീരം പ്രവർത്തനക്ഷമം ആയിരിക്കുമ്പോൾ തന്നെ നിർജീവ ശരീരം പ്രവർത്തനരഹിതമായിരിക്കും. നിർജീവ ശരീരം ജീർണിക്കുമ്പോൾ സജീവ ശരീരം അജീർണമായി ഇരിക്കുന്നു. ഇത് ചില വ്യക്തികളുടെ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും അല്ലെങ്കിൽ സഭയുടെ നടത്തിപ്പിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സഭയുടെയും വ്യക്തികളുടെയും ജീവിതം സ്വയം ശോധന ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഒന്ന് വിലയിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം സിംഗുലർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫലം എന്ന് പറയുന്നത് 9 ഫലങ്ങളും ഒരാളിൽ നിന്ന് പുറപ്പെടേണ്ട ഒന്നാണ്. എന്നാൽ നമ്മിൽ നിന്ന് അത് പുറപ്പെടുന്നുണ്ടോ എന്ന് നാം ഈ സമയത്ത് സ്വയം ശോധന ചെയ്യേണ്ട ഒന്നാണ്. ശക്തവും സംഘടിതവുമായ ബാഹ്യപ്രകൃതി സഭയ്ക്ക് ഉണ്ടായെങ്കിലും അതിൻ്റെ കെട്ടുറപ്പ് അതിന് ഉണ്ടായെങ്കിലും ദൗത്യവും സാക്ഷ്യവും നേരിടുന്ന വെല്ലുവിളികൾ നാം ഇന്ന് ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് ഒന്നാമതായി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ചിന്താവിഷയം ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ആത്മാവില്ലാത്ത അവസ്ഥ നിർജീവമാണ്. ദ ആബ്സെൻസ് ഓഫ് സ്പിരിറ്റ് ഈസ് ഡെഡ് എന്നാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്. ആത്മാവുള്ളപ്പോൾ മാത്രമേ ശരീരവും സഭയും ഒരുപോലെ കാര്യക്ഷമതമാകുകയുള്ളൂ, അല്ലെങ്കിൽ സജീവാവസ്ഥയിൽ നിലനിൽക്കുകയുള്ളൂ. സമൂഹത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, സഭയിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, വിശ്വാസികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, അവിടെയൊക്കെ ക്രിയാത്മകമായിട്ട് ഇടപഴകുവാനായിട്ട്, ക്രിയാത്മകമായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കുവാനായിട്ട്, ഒരു പ്രതിവിധി നൽകുവാനായിട്ട് സഭയ്ക്ക് അപ്പോൾ മാത്രമേ ഒരു ഇച്ഛാശക്തി ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിർജീവമായിട്ട് ഇരിക്കുവാനായിട്ടല്ല, സജീവമായിട്ട് ഇടപഴകുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ്
പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. രണ്ടാമതായി ഞാൻ നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആത്മാവ് നിർജീവിയെ സജീവമാക്കുന്നു. ആത്മാവ് നിർജീവിയെ സജീവമാക്കുന്നു. സ്പിരിറ്റ് മേക്സ് ദ ഡെഡ് എലൈവ്. സ്പിരിറ്റ് മേക്സ് ദ ഡെഡ് എലൈവ്. നിർജീവമായി കിടക്കുന്ന ഹിതന്മാരെ കണ്ട പ്രവാചകനോട് ദൈവം ദർശനത്തിൽ ആവശ്യപ്പെടുന്നത് ഈ ഹിതന്മാർ ജീവിക്കുന്നതിന് വേണ്ടി കാറ്റിനോട് പ്രവചിക്കാം എന്നാണ്. കാറ്റ് എന്നതിനും ആത്മാവ് എന്നതിനും മൂലഭാഷയിൽ ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ റൂഹ എന്ന വാക്കാണ് കാറ്റിനും ആത്മാവിനും ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കാറ്റിനോട് പ്രവചിക്കുക എന്നത് ആത്മാവിനോട് പ്രവചിക്കുക എന്ന അർത്ഥം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. പ്രവാചകൻ പ്രവചിക്കുന്നത്, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്നാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. അങ്ങനെ കാറ്റിനോട് പ്രവചിക്കുമ്പോൾ ശ്വാസം അവരുടെ മേൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നതായി തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സൈന്യം ഒരു സംഘടിതവും ശക്തവും ലക്ഷ്യബോധം ഉള്ള സൈന്യമായിട്ട് മാറ്റപ്പെടുന്നതായിട്ട് തുടർന്നുള്ള ഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു സംഭവമാണ് യഹൂദന്മാർക്ക് ഏറ്റവും ആശ്വാസം പ്രദാനം ചെയ്യുന്ന, ഏറ്റവും ബലം നൽകുന്ന ഒരു ഭാഗമായിട്ട് മാറുന്നത്. ബാബേൽ പ്രവാസത്തിലിരുന്ന ഒരു ജനതയോട് ദൈവം കൊടുക്കുന്ന അറിയിപ്പാണ്, അല്ലെങ്കിൽ പ്രവാചകന് ദൈവം കൊടുക്കുന്ന ദർശനമാണ് നാം ഇന്ന് വായിച്ചു കേട്ട പ്രവചന വേദഭാഗം. ഇത് യഹൂദന്മാർക്ക്, അല്ലെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തിന് ശേഷവും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഭയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ബലം, ആശ്വാസം എന്ന് പറയുന്നത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട, ചിതറപ്പെട്ട, അസംഘടിതരായിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ലഭിച്ച വലിയ ആശ്വാസമാണ് ഇത് എന്ന് പറയുന്നത്. അതായത് ശക്തരായ യഹൂദന്മാരുടെ മുൻപിൽ നിൽക്കുവാൻ ലഭിക്കുന്ന പുതുശക്തിയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുതുക്കത്തിന്റെയും പ്രത്യാശയുടെയും ദൂതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ യാതൊരു സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ജീവിതത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം അവരെ സജീവമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ഈ പെന്തക്കോസ്ത് ദിനത്തിലും ലഭിക്കുന്ന വലിയ ദർശനം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം എല്ലാവരും ഭയന്ന് ഓടിപ്പോയി, എല്ലാവരും പേടിച്ചു പോയി. എന്നാൽ ഈ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആ വലിയ ധൈര്യം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദിമസഭ ചെറിയൊരു കൂട്ടമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷം വിശുദ്ധ പത്രോസിന്റെ ഒരു പ്രസംഗത്തിൽ തന്നെ 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെട്ട് സഭയോട് ചേരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ ശക്തമായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ശിഷ്യ സമൂഹത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആദിമസഭയിൽ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം ആദ്യ ഭാഗത്തിൽ ചെറിയൊരു കൂട്ടമായിരുന്ന ആദിമസഭ പിന്നീട് വായിക്കുമ്പോൾ ധാരാളം ആളുകളുള്ള ഒരു വലിയ കൂട്ടമായിട്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു നൽകിയ വലിയ ധൈര്യം, പെന്തക്കോസ്ത് നാളിൽ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ഊർജം, അത് ആ ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് കുറിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ വൻ കാര്യങ്ങളെക്കുറിച്ച്, അതിശയ പ്രവൃത്തികളെക്കുറിച്ച് ശിഷ്യന്മാർ അവരോട് അന്യഭാഷയിൽ സംസാരിക്കുന്നതായിട്ട് ആ ഭാഗം കുറിക്കുന്നു. ആത്മാവ് നൽകിയ പുതുക്കവും പുതുജീവനും തുടർന്ന് ശക്തമായ സാക്ഷ്യം വഹിക്കുവാൻ ശിഷ്യ സമൂഹത്തെ പ്രാപ്തരാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് സഭയുടെ തുടർന്നുള്ള വളർച്ചയ്ക്ക് അടിസ്ഥാനമായത്. ദൈവത്തിന്റെ ആത്മാവ് നിർജീവിയെ സജീവിയും ബലഹീനനെ ശക്തനും ഭീരുവിനെ ധീരനും ആക്കുന്ന അനുഭവമാണ് എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതാനുഭവത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ,
മരണതുല്യമായ അവസ്ഥകൾ വരുമ്പോൾ ഭയന്ന് പേടിച്ചു പോകുന്ന ശിഷ്യ സമൂഹമായിരുന്നു ഈ പെന്തക്കോസ്ത് നാളിന് മുൻപുള്ള ശിഷ്യ സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം ഈ ഊർജം ലഭിച്ചതിന് ശേഷം മരണത്തെ മുഖാമുഖമായിട്ട് കണ്ടാൽ പോലും അല്ലെങ്കിൽ ധീരമായിട്ട് എല്ലാത്തിനെയും നേരിടുന്ന ഒരു കൂട്ടമായിട്ട് ഈ ശിഷ്യ സമൂഹം മാറ്റപ്പെട്ടു. ആദ്യ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ലേഖനങ്ങളിലൊക്കെ പറയുന്ന ഒരു സെന്റൻസ് പ്രകാരമാണ്. ജോസേഫസിന്റെ എഴുത്തുകളിലൊക്കെ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ശിഷ്യ സമൂഹം ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ തക്കവണ്ണം ശക്തരായിരുന്നു എന്നാണ് എഴുതിയിരുന്നത്. നാം ചിന്തിക്കുമ്പോൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നും അല്ലായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ശിഷ്യ സമൂഹം. കർഷകരായിട്ടുള്ള ആളുകളുണ്ട്, മീൻ പിടിക്കുന്ന ആളുകളുണ്ട്, വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഉള്ള ആളുകളല്ലായിരുന്നു. എന്നാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ തക്കവണ്ണം ശക്തരായിരുന്നു. ഈ ശക്തി ലഭിച്ചത് ആത്മാവിന്റെ വലിയ പുതുക്കത്താലാണ് എന്ന് നാം ഒരിക്കലും മറന്നു പോകുന്നത്. രണ്ടാമതായി ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ആത്മാവ് നിർജീവിയെ സജീവമാക്കുന്നു. സ്പിരിറ്റ് മേക്സ് ദ ഡെഡ് അലൈവ് എന്നുള്ളത്. മൂന്നാമതായി ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവെ വന്നു ഞങ്ങളെ പുതുക്കേണമേ. ഇന്നിന്റെ പ്രാർത്ഥന ഇതാണ്. പരിശുദ്ധാത്മാവെ വന്നു ഞങ്ങളെ പുതുക്കേണമേ എന്നുള്ളതാണ് ഇന്നിന്റെ പ്രാർത്ഥന. കം ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ us ഈസ് ദ പ്രയർ ഓഫ് ദി അവർ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇന്ന് സുവിശേഷ വേദഭാഗമായി നാം വായിച്ചു കേട്ട വേദഭാഗം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കർത്താവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തെയാണ് കുറിക്കുന്നത്. 16-ാം അധ്യായം 2-ാം വാക്യം തന്റെ പിൻഗാമികൾക്ക് സംഭവിക്കുവാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള മുന്നറിയിപ്പായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസികൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ പുറത്തുനിന്ന് മാത്രമല്ല അകത്തു നിന്നും ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. വിശ്വാസത്തിന്റെ പേരിലുണ്ടാകുന്ന സഭാഭ്രഷ്ടും മരണവും വിധിക്കുന്നവർ ചിന്തിക്കുന്നത് തങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ വഴിപാട് കഴിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മതസമൂഹത്തിലുണ്ടാകുന്ന മൗലികവാദവും വർഗീയതകളെ കുറിച്ചാണ് എന്ന് നാം ഒരിക്കലും മറന്നുപോകുന്നത്. തങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ കോഎക്സിസ്റ്റിംഗ് സാധ്യമല്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ക്രിസ്മസ് രാത്രിയിൽ അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ പത്രങ്ങൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ, വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് ഒരു സ്ഫോടനമെങ്കിലും നടക്കാത്ത ഒരു ക്രിസ്മസ് രാവോ അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ ദിനമോ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതൊരു പക്ഷേ അത് ഇന്ത്യയിലായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ നാം നിൽക്കുന്ന കേരളത്തിലായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ചെറിയ ആ സമൂഹത്തിലായിരിക്കണമെന്നില്ല. നാം ആഗോളപരമായി ചിന്തിക്കുകയാണെങ്കിൽ ആരൊക്കെയോ വേട്ടയാടുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട്, ഇല്ലാതെയാക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരെയൊക്കെ ചേർത്ത് നിർത്തണം എന്ന് നാം സ്വയമേ ചിന്തിച്ച് പരിശുദ്ധാത്മാവിനാൽ ആലോചന ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കൊള്ളേണ്ടവയെ കൊള്ളുകയും തള്ളേണ്ടവയെ തള്ളുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു 200-300 വർഷങ്ങൾക്ക് മുൻപ് നാം ചിന്തിക്കുകയാണെങ്കിൽ സഭ പുതുക്കം പ്രാപിച്ച ധാരാളം ആളുകൾ ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലേക്കും ചെന്ന് സുവിശേഷം അറിയിച്ച ആളുകളുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ അതിൻ്റെ ഗുണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഭവിച്ച ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ തിയോളജിക്കൽ സെമിനാരിയായ സെറാംപൂർ സെമിനാരി രൂപീകൃതമാകുന്നത് വില്യം കേറിയിലൂടെയാണ്. വില്യം കേറി ഒരു ഇന്ത്യൻ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വംശജനല്ലായിരുന്നു. സുവിശേഷം എന്നുള്ള വലിയ താല്പര്യവുമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന മിഷണറിയാണ് വില്യം കേറി എന്ന് പറയുന്ന മിഷണറി. അദ്ദേഹം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇംഗ്ലണ്ടിലാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. അങ്ങനെയൊക്കെ വലിയ രീതിയിൽ ആത്മാവ് പ്രേരിപ്പിക്കുകയും ആത്മാവ് അനേകരെ ക്രൈസ്തവ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത് അയക്കുകയും ചെയ്ത നൂറ്റാണ്ടുകൾ നമുക്ക് മുൻപ് ഉണ്ടായിരുന്നു.
എന്നാൽ ഇന്നെന്താണ് അവിടങ്ങളിലെ അവസ്ഥ? യൂറോപ്പിൽ നിന്ന് ഒരു കാലഘട്ടം ധാരാളം മിഷണറിമാർ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഒക്കെ ചെന്ന് ധാരാളം ആളുകളോട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയും ആ സ്നേഹം പല മുഖാന്തരത്തിലൂടെ അവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്ത മിഷണറി വീരന്മാരെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇന്നെന്താണ് ഈ യൂറോപ്യൻ രാജ്യത്തിലെ അവസ്ഥ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഈ യൂറോപ്യൻ രാജ്യത്തിലെ അവസ്ഥ നാം ഉൾപ്പെടുന്ന സമൂഹത്തിലും വരാതിരിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ഈ ആത്മാവിനാൽ പ്രേരിതമായി പുതുക്കം നേടേണ്ടത് അനിവാര്യമാണ് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. പല ആലയങ്ങളും ഞായറാഴ്ച പോലും തുറക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൊറോണ ഒരു ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. കൊറോണയിലൂടെ ദേവാലയങ്ങൾ അടച്ചിട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഭവനത്തിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നു. പല ആളുകളും ഈ വിശ്വാസത്തിൽ നിന്ന് സ്ലിപ്പായി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം ഇന്നായിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവെ ഞങ്ങളെ വന്ന് പുതുക്കേണമേ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വന്ന് പുതുക്കുമ്പോൾ പുതിയ എനർജിയോടുകൂടി, പുതിയ ശക്തിയോടുകൂടി, പുതിയ ദർശനത്തോടുകൂടി, പുതിയ മൂല്യത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അനേകരുമായിട്ട് ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള മുഖാന്തരങ്ങളായിട്ട് നാം ഉൾപ്പെടുന്ന സഭകൾ, നാം ഉൾപ്പെടുന്ന കൂട്ടങ്ങൾ, നാം ഓരോരുത്തരും ഓരോ വ്യക്തി ജീവിതങ്ങളും ആയിത്തീരണമേ എന്നുള്ളതായി തീരണം നമ്മളുടെ ഈ ദിവസത്തെ പെന്തക്കോസ്ത് ഞായറിലെ പ്രാർത്ഥന. 3 ചെറിയ ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. സർവവും പുതുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ള പ്രധാന വിഷയത്തെ ആസ്പദമാക്കി 3 ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഒന്ന്, ആത്മാവില്ലാത്ത അവസ്ഥ നിർജീവമാണ്. ദ ആബ്സെൻസ് ഓഫ് സ്പിരിറ്റ് ഈസ് ഡെഡ് എന്നുള്ളതാണ് ഒന്നാമതായി ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത്. ഒരു സ്വയം ശോധനയുടെ അനുഭവമാണ് സഭ, സമൂഹം, വ്യക്തി ജീവിതങ്ങൾ. ഇതൊക്കെ ആത്മാവില്ലാത്ത അവസ്ഥയായി തീർക്കപ്പെട്ടു പോയോ എന്ന് നാം ചിന്തിക്കേണ്ട ഓരോ ദിനങ്ങളാണ് നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത് ആത്മാവ് നിർജീവിയെ സജീവമാക്കുന്നു എന്നുള്ളതാണ്. സ്പിരിറ്റ് മേക്സ് ദ ഡെഡ് എലൈവ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് നിർജീവിയെ സജീവിയും ബലഹീനനെ ശക്തനും ഭീരുവിനെ ധീരനുമാക്കുന്ന അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് നാം വിളിക്കപ്പെട്ടിട്ട് ആ വിളിക്കെതിരെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നവരായിട്ട് നാം തീർന്നോ എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കും. മൂന്നാമതായി ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത് പരിശുദ്ധാത്മാവെ വന്നി ഞങ്ങളെ പുതുക്കേണമേ എന്നത് ഇന്നിന്റെ പ്രാർത്ഥനയായി മാറ്റപ്പെടുന്നു. കം ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ അസ് ഈസ് ദ പ്രയർ ഓഫ് ദി അവർ എന്നുള്ളതാണ് മൂന്നാമതായി ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ വലിയ നേതൃത്വം നൽകിയ, വലിയ ദർശനം നൽകിയ, വലിയ മൂല്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വെല്ലുവിളികളായിട്ട് വെച്ച് നീട്ടിയ അനേകം ആളുകൾ നമ്മുടെ മുൻപിലുണ്ട്. അവരുടെ മുൻപിലൊക്കെ, ആ മിഷണറി വീരന്മാരുടെ മുൻപിൽ, സഭാപിതാക്കന്മാരുടെ മുൻപിൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മുൻപിൽ നമുക്ക് വെല്ലുവിളിയോടുകൂടി, ശക്തിയോടുകൂടി, ഊർജത്തോടുകൂടി, പുതു എനർജിയോടുകൂടി നമുക്ക് നിൽക്കുവാനായിട്ട്, പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. നമുക്ക് പ്രവർത്തിക്കുവാനാകട്ടെ, അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കട്ടെ. ഈ പെന്തക്കോസ്ത് ദിനത്തിൽ പുതു എനർജിയോടുകൂടി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകട്ടെ. അതിന് വേദപുസ്തകം നമ്മളെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു പെന്തക്കോസ്ത് ഞായർ ആശംസിച്ചുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും